is operating system. An operating system is a set of programs that manages computer hardware resources and provide common services for application software. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് മാനേജസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ ഉള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. അതുപോലെ തന്നെ പ്രൊവൈഡ് കോമൺ സർവീസ് ഫോർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് കോമൺ ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. The OS is the most important type of system software in a computer system. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. എ യൂസർ cannot run a application program on the computer without an operating system unless the application program is self-booting. ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം സെൽഫ് ബൂട്ടിംഗ് അല്ലാതെ ഒരു കമ്പ്യൂട്ടറിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഈ പറയുന്ന എല്ലാ കമ്പോണൻസാലും കണക്റ്റഡ് ആയിരിക്കും. ഡിവൈസ് ഡ്രൈവേഴ്സ് കാണും, ആപ്ലിക്കേഷൻ പ്രോഗ്രാം കാണും, മോണിറ്റർ കാണും, മൗസ് കാണും, കീബോർഡ് കാണും, പെരിഫറൽസ് കാണും. മീൻസ് ഹാർഡ്വെയർ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും യൂസറും അതുപോലെ ഹാർഡ്വെയർ റിസോഴ്സസുകളും എല്ലാം ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് ദ യൂസർ. എക്സാമ്പിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത് വിൻഡോസ്, മാക് ഒ എസ്, ലിനക്സ്, ആൻഡ്രോയിഡ്. ഇതൊക്കെ എക്സാമ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ അബൌട്ട് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം: പ്രോസസ് മാനേജ്മെൻറ്റ് ഒരു ഫങ്ഷൻ, ഫയൽ മാനേജ്മെൻറ്റ്, സ്റ്റോറേജ് മാനേജ്മെൻറ്റ്, നെറ്റ്വർക്കിംഗ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി, ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ IO മാനേജ്മെൻറ്റ്. എന്താണ് മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. മെമ്മറി മാനേജ്മെൻറ്റ്. മെമ്മറി മാനേജ്മെൻറ്റ് ഈസ് ദ ഫങ്ഷണാലിറ്റി ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷണാലിറ്റിയാണ്. മെമ്മറി ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഹാൻഡിൽസ് ഓർ മാനേജസ് പ്രൈമറി മെമ്മറി. OS ആണ് പ്രൈമറി മെമ്മറിയെ ഹാൻഡിൽ ചെയ്യുന്നത്. മെമ്മറി മാനേജ്മെൻറ്റ് കീപ് ട്രാക്സ് ഓഫ് ഈച്ച് ആൻഡ് എവറി മെമ്മറി ലൊക്കേഷൻ എയ്തർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു സെയിം പ്രോസസ് ഓർ ഇറ്റ് ഈസ് ഫ്രീ. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള മെമ്മറി മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് ഓരോ പ്രാവശ്യവും മെമ്മറി ലൊക്കേഷൻ മാനേജ് ചെയ്യുന്നത്. ആ മെമ്മറി ലൊക്കേഷൻ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതിനെ മാനേജ് ചെയ്യുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഫ്രീ ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനെ മാനേജ് ചെയ്യുന്നതോ ഒക്കെ മെമ്മറി മാനേജ്മെൻ്റ് ആണ്. ഇറ്റ് ചെക്സ് ഹൗ മച്ച് മെമ്മറി ഈസ് ടു ബി അലോക്കേറ്റഡ് ടു ദ പ്രോസസ്. ഇറ്റ് ഡിസൈഡ്സ് വിച്ച് പ്രോസസ് വിൽ ഗെറ്റ് മെമ്മറി അറ്റ് വാട്ട് ടൈം. ഓരോ പ്രാവശ്യവും മെമ്മറി മാനേജ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നത് എത്ര മെമ്മറിയാണ് ഒരു പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്യാനുള്ളതെന്നും എത്ര മാത്രം മെമ്മറിയാണ് എത്ര സമയത്തേക്കാണ് ആവശ്യമുള്ളത് എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുന്നതെല്ലാം മെമ്മറി മാനേജ്മെൻ്റ് ആണ്. മെമ്മറി മാനേജ്മെൻറ്റിന് ഒരു ഹൈറാർക്കി തന്നെയുണ്ട്. CPU രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി, മാഗ്നറ്റിക് മെമ്മറി, ഒപ്റ്റിക്കൽ മെമ്മറി, സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി. ഈ പറയുന്ന ഹൈറാർക്കി പറയുന്നത് ഒന്ന് കോസ്റ്റ് വരുന്നത് സ്റ്റോറേജ് കുറയുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് കൂടും, ഫാസ്റ്റ് ആക്സസ് ആവും. ഇനി പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും ഉണ്ട്. പ്രൈമറി മെമ്മറി മീൻസ് മെയിൻ മെമ്മറിയും ക്യാഷ് CPU രജിസ്റ്റേഴ്സ്. ഇതെന്ന് പറയുന്നത് ഓൾട്ടൈൽ മെമ്മറിയാണ്. ഓൾട്ടൈൽ മെമ്മറിയിൽ പവർ ഓഫ് ആയിക്കഴിഞ്ഞാൽ ഡേറ്റ ലോസ് ആവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പെർമനൻ്റ് ആയിട്ട് സെക്കൻഡറി മെമ്മറി ആവശ്യമാണ്. മെയിനായിട്ടുള്ള സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ആണ്. അതിനെ നമുക്ക് മാഗ്നറ്റിക് മെമ്മറി എന്ന് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം പെർമനൻ്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒപ്റ്റിക്കൽ മെമ്മറിയും സീക്വൻഷ്യൽ ആക്സസ് മെമ്മറിയും ഒക്കെ യൂസ് ചെയ്യുന്നത്.
ഹാർഡ് ഡിസ്കും പെർമനൻ്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യമായിട്ടും ഒരു കമ്പ്യൂട്ടറിൽ വേണ്ടുന്ന മെമ്മറീസ് മാഗ്നറ്റിക് മെമ്മറി, മെയിൻ മെമ്മറി, ക്യാഷ് മെമ്മറി ആൻഡ് രജിസ്റ്റേഴ്സ് ആണ്. ഈ പറയുന്ന മെമ്മറി നമ്മൾ ടെർണറി മെമ്മറീസ് എന്നും പറയും. ദ മെയിൻ കൺസേൺ ഓഫ് സിസ്റ്റം ഈസ് റാം ഓർ മെയിൻ മെമ്മറി. എപ്പോഴും ഒരു സിസ്റ്റത്തിൻ്റെ കൺസേൺ എന്ന് പറയുന്നത് മെയിൻ മെമ്മറി തന്നെയാണ്. ദ ക്യാഷ് മെമ്മറി ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ബൂസ്റ്റ് ദ സ്പീഡ് ഓഫ് ആക്സസിങ് മെമ്മറി ബട്ട് ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ ദ ഹാർഡ്വെയർ. ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മെമ്മറി ആയിട്ടാണ് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് മെമ്മറി ഓർ ഹാർഡ് ഡിസ്ക് ഈസ് യൂസ്ഡ് ബൈ ദ വെർച്വൽ മെമ്മറി മാനേജ്മെൻറ്റ്. വെർച്വൽ മെമ്മറി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് ഡിസ്കും യൂസ് ചെയ്യാറുണ്ട്. ഹാർഡ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്ക്കാണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ ഡേറ്റ പെർമനൻ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നതെല്ലാം ഹാർഡ് ഡിസ്കിലാണ്. നെക്സ്റ്റ് പ്രോസസ് മാനേജ്മെൻറ്റ്. എ പ്രോസസ് ഈസ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റേറ്റിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയാറ്. ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് വർക്ക് വിത്തിൻ ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ഓഫ് വർക്കിനെയാണ് നമ്മളെപ്പോഴും പ്രോസസ്സ് എന്ന് പറയാറുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രോഗ്രാം എന്ന് പറയുന്നത് എസ് എ പാസീവ് എൻറ്റിറ്റി. പ്രോഗ്രാം എന്ന് പറയുന്നത് പാസീവ് എൻറ്റിറ്റി മീൻസ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന കാര്യം വർക്ക് ചെയ്യാതെ ഒരു സ്ഥലത്ത് സ്റ്റേബിളായിട്ട് ഇരിക്കുന്നതാണ് പാസീവ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അത് ആക്റ്റീവ് ആവുന്നത് പ്രോസസ്സ് ആവുമ്പോഴാണ്. പ്രോസസ്സ് ഈസ് ആൻ ആക്റ്റീവ് എൻറ്റിറ്റി. പ്രോസസ്സ് ആവുമ്പോഴാണ് പ്രോഗ്രാം ആക്റ്റീവ് ആവുന്നത്. സോ പ്രോഗ്രാം ഈസ് പാസീവ് എൻറ്റിറ്റി ആൻഡ് പ്രോസസ്സ് ഈസ് ദ ആക്റ്റീവ് എൻറ്റിറ്റി. ദെൻ പ്രോസസ്സ് നീഡ്സ് റിസോഴ്സ് ടു അക്കംപ്ലിഷ് ഇറ്റ്സ് ടാസ്ക്. പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്ന കാര്യം എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പ്രോസസ്സ് ആവണം. പ്രോസസ്സ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ഹാർഡ്വെയർ റിസോഴ്സസ് യൂസ് ചെയ്യണം. നമ്മൾ കമ്പ്യൂട്ടറിലുള്ള ഹാർഡ്വെയർ റിസോഴ്സസ് ആയ CPU-യും മെമ്മറിയും ഇൻപുട്ട് ഔട്ട്പുട്ട്സും ഫയൽസും ഇനിഷ്യലൈസേഷൻ ഓഫ് ഡേറ്റ, സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ റിസോഴ്സ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഗ്രാമിന് എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടാൻ പറ്റുള്ളൂ. ആ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയാറ്. അപ്പോൾ ഇങ്ങനെ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് നമുക്ക് പറയാം ലൈഫ് സൈക്കിൾ ഓഫ് ദ പ്രോസസ്സ് എന്ന് പറയാം. ഒരു പ്രോസസ്സിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്? ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആയി കഴിയുന്നത് ഒരു മെയിൻ മെമ്മറിയിലാണ് ക്രിയേറ്റ് ആവുന്നത്. അതിനെ നമുക്ക് റെഡി സ്റ്റേറ്റ് എന്ന് പറയാം. റെഡി ആയി കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്നും CPU-യിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റണ്ണിങ് സ്റ്റേറ്റ് പറയാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഒരു തടസ്സവും ഇല്ലാതെ എക്സിക്യൂട്ട് ചെയ്ത റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യും, എക്സിറ്റും ചെയ്യും. അല്ല ഇതിനിടയിൽ എന്തെങ്കിലും ഇൻട്രപ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെയിറ്റിംഗ് ക്യൂവിലോട്ട് മാറ്റി ആ ഒരു പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്ത് വെച്ച് വീണ്ടും റെഡി ക്യൂവിലോട്ട് ആക്കി വയ്ക്കും. ദെൻ ഈ പറയുന്ന റെഡി ക്യൂവിൽ ഇരിക്കുന്ന പ്രോസസ്സിനെ എടുത്ത് CPU-യിലോട്ട് വെക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ഡിസ്പാച്ചിങ് എന്ന് പറയും. ഇതിലോട്ട് നമ്മൾ വെക്കുന്ന പ്രിയംഷൻ അനുസരിച്ചിട്ടാണ് വെക്കുന്നത്. പ്രിയംഷൻ മീൻസ് ഓർഡർ അനുസരിച്ച് അല്ലെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ച് പ്രോസസ്സുകളെ റെഡി ക്യൂവിൽ നിന്നും CPU-യിലോട്ട് മാറ്റുന്നതിനെയാണ് നമുക്ക് പ്രിയംപ്റ്റ് ചെയ്യുക എന്ന് പറയുക. പ്രിയംഷനും നോൺ പ്രിയംഷനും ഉണ്ട്. ഇനി ഇൻ എ മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റ് ദ OS ഡിസൈഡ് ദ ഓർഡർ ഇൻ വിച്ച് പ്രോസസ് ഹാവ് ആക്സസ് ടു ദ പ്രോസസ്സർ. ഒരു മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റിലാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്തത് ഏത് പ്രോസസ്സിനെയാണ് പ്രോസസ്സർ ആക്സസ് ചെയ്യാനുള്ളതെന്ന് ഡിസൈഡ് ചെയ്യാനുള്ള. അവിടെയാണ് നമുക്ക് എന്ത് വേണ്ടുന്നത്? ഷെഡ്യൂളിംഗ് വേണ്ടുന്നത്. ആൻഡ് ഹൗ മച്ച് പ്രോസസ്സിംഗ് ടൈം ഈച്ച് പ്രോസസ്സർ ഹാസ്. ഓരോ സമയവും എത്ര സമയമാണ് പ്രോസസ്സിംഗ് എടുക്കുന്നതെന്നുള്ളതൊക്കെ അവിടെയാണ് വേണ്ടുന്നത്. ദിസ് ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് കാൾഡ് പ്രോസസ് ഷെഡ്യൂളിംഗ്. ഇതിനെയാണ് നമ്മൾ പ്രോസസ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് പ്രോസസ് ഷെഡ്യൂളിംഗ് ആവശ്യം വരുന്നത്, റെഡി ടു റണ്ണിങ്ങിലോട്ട് വരുമ്പം. ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർഫോംസ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഫോർ പ്രോസസ് മാനേജ്മെൻറ്റ്. പ്രോസസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ താഴെ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. കീപ്സ് ട്രാക്സ് ഓഫ് ദ സ്റ്റാറ്റസ് ഓഫ് ദ പ്രോസസ്. ഓരോ പ്രാവശ്യവും പ്രോസസ്സിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാറുണ്ട്. സ്റ്റാറ്റസ് മീൻസ് റണ്ണിങ്ങിലാണോ റെഡിയാണോ, അതുപോലെ ടെർമിനേറ്റ് ആയോ, അതുപോലെ ബ്ലോക്ക് സ്റ്റേറ്റിലാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ. ദ പ്രോഗ്രാം വിച്ച് പെർഫോം ദ ടാസ്ക് ഈസ് നോൺ ആസ് ട്രാഫിക് കൺട്രോളർ.
ഓരോ പ്രാവശ്യവും ഈ പറയുന്ന പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. ദ പ്രോഗ്രാം വിച്ച് പെർഫോം ഇറ്റ്സ് ടാസ്ക് ഈസ് നോൺ എസ്. ഇതിന് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് നമുക്ക് ട്രാഫിക് കൺട്രോളർ എന്ന് പറയാം. അലോക്കേറ്റ് ദ CPU ദാറ്റ് ഈസ് പ്രോസസ്സർ ടു എ പ്രോസസ്. CPU ആണ് എന്ത് ചെയ്യുക, പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അലോക്കേറ്റ് ദ പ്രോസസ്സർ വെൻ എ പ്രോസസ് ഈസ് നോ മോർ റിക്വയർഡ്. ചെയ്ത് ഓരോ പ്രാവശ്യവും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അലോക്കേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഫയൽ മാനേജ്മെൻറ്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഫയൽ ആൻഡ് ഫോൾഡേഴ്സ്, ഹാർഡ്വെയർ, മെമ്മറി ലൊക്കേഷൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ആയിട്ടാണ് നമ്മുടെ മെമ്മറി ലൊക്കേഷൻസിലുള്ള ഡേറ്റയെ സ്റ്റോർ ചെയ്തേക്കുന്നത്. ഈ പറയുന്ന മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് എ ഹാർഡ്വെയർ. ഈ ഹാർഡ്വെയറിലുള്ള ഡേറ്റയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ നമ്മൾ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ആയിട്ട് കണ്ട് ആ ഫയലിലുള്ള ഡേറ്റ നമ്മൾ വേണ്ടുന്ന ആപ്ലിക്കേഷൻ വഴി കാണുന്നത്. എ ഫയൽ മാനേജർ ഓർ ഫയൽ മാനേജ്മെൻറ്റ് ഈസ് ദ മാനേജർ in the operating system that create the illusion that there are files and folders being stored in the computer memory. ഒരു കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് സ്റ്റോർ ചെയ്ത് എന്നുള്ളൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഫയൽ മാനേജർ ചെയ്യുക. ദ ഫയൽ മാനേജ്മെൻറ്റ് കീപ് ട്രാക്സ് ഓഫ് വെയർ ഫയൽസ് ആർ സ്റ്റോർഡ്. ഫയൽ മാനേജ്മെൻറ്റ് ഓരോ ഫയൽസിനെയും ട്രാക്ക് ചെയ്യും, എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നതെന്നുള്ളത് ട്രാക്ക് ചെയ്യും. ഡിറ്റർമിൻ ഹൗ ദ ഫയൽ അലോക്കേഷൻ പോളിസീസ്. എങ്ങനെയാണ് ഒരു ഫയൽ അലോക്കേഷൻ പോളിസി എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യും. യൂസ് അവൈലബിൾ സ്റ്റോറേജ് സ്പേസ് എഫിഷ്യൻ്റ്ലി ഫോർ ഫയൽസ്. ഉള്ള സ്റ്റോറേജ് സ്പേസ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. അലോക്കേറ്റ് എ ഫയൽ ടു എ യൂസർ ഇഫ് ഈസ് ഫ്രീ and if they are permitted access to it. യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ പറയുന്നതിനെ ആക്സസ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുകയും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഫയൽസിന് യൂസറിന് സ്പേസ് അലോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ഫയൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അലോക്കേറ്റ് ഫയൽ വെൻ യൂസർ ഫിനിഷ് ഇറ്റ് വിത്ത്. ഉപയോഗം കഴിഞ്ഞാൽ അതിനെ അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഫയൽ മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന ഫയൽസിനെ വേണ്ടുന്ന രീതിയിൽ യൂസറിന് നല്ല രീതിയിൽ സ്പേസ് മാനേജ്മെൻറ്റിന് ആപ്റ്റായിട്ടുള്ള രീതിയിൽ അലോട്ട് ചെയ്യാനും അലോട്ട് ചെയ്യാനും പോളിസീസ് അനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സ്റ്റോറേജ് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാനൊക്കെയാണ് ഫയൽ മാനേജർ യൂസ് ചെയ്യുന്നത്.